أيها الذين آمنوا لا تلهكم أموالكم ولا أولادكم عن ذكر الله ومن يفعل ذلك فأولئك هم الخاسرون. صدق الله العظيم. الله سبحانه وتعالى നമ്മൾ നിർവഹിച്ച സുബഹി നമസ്കാരത്തെ പൂർണ്ണമായും സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ തെറ്റുകുറ്റങ്ങളും ഇന്ന് നമ്മൾ ചെയ്യുന്ന സുജൂദിനെ പരിഗണിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്തു മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ശിഷ്ടമുള്ള ജീവിതം അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദത്തുകളിലായി കഴിയുവാനും നല്ല സ്വഭാവത്തിന്റെ വക്താക്കളായി ഇടപാടുകളിലും ഇടപെടലുകളിലും യഥാർത്ഥ മുഅ്മിനായി ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസങ്ങളും കഴിയും തോറും ഓരോ പുലരിയും നമ്മളോട് വിളിച്ചു പറയുന്നു, നിന്റെ ജീവിതത്തിന്റെ പുതിയൊരു തുടക്കമാണ് ഓരോ പുലരിയുമെന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. കാരണം ഉറക്കമെന്ന് പറയുന്നത് തന്നെ മരണത്തിന്റെ സഹോദരൻ എന്നാണ് ഉറക്കം എന്നതിനെ വിശേഷിപ്പിക്കുന്നത്. ആ ഉറക്കത്തിൽ നിന്നുമാണ് നമ്മൾ എഴുന്നേറ്റ് അതിരാവിലെ തന്നെ റബ്ബിനെ സ്തുതിച്ചുകൊണ്ടുള്ള ഷഹാദത്തും റസൂലുള്ളാഹിന്റെ നാമങ്ങളും പറഞ്ഞുള്ള മനോഹരമായ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്നും ബാങ്കൊലി കേൾക്കുകയും അതിന് ഉത്തരം നൽകിക്കൊണ്ട് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭവനങ്ങളിൽ നമ്മൾ ഒരുമിച്ച് കൂടുകയും റബ്ബിന് 2 റക്അത്ത് നമസ്കരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല പ്രിയപ്പെട്ടവരെ. കാരണം ഒരു മനുഷ്യൻ ഉറക്കത്തിൽ തന്നെ അവന്റെ റൂഹിനെ അല്ലാഹു എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ പുലരിയുടെ പ്രഭാതത്തിനെ കാണുവാനോ നമ്മുടെ വീട്ടിലുള്ളത് തന്നെ നമ്മുടെ മാതാപിതാക്കളെയോ ഭാര്യമാരെയോ നമ്മുടെ മക്കളെയോ എന്തിനേറെ നമ്മൾ സമ്പാദിച്ചു കൂട്ടിയ സമ്പാദ്യങ്ങൾ പോലും ചിലവഴിക്കാൻ ഒരു നിമിഷം പോലും ബാക്കിയുണ്ടാകുന്ന അവസ്ഥയല്ല മരണം എന്ന് പറയുന്നത്. അതിൽ നിന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എഴുന്നേൽപ്പിച്ച് റബ്ബിന് വേണ്ടി 2 റക്അത്ത് നമസ്കരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി. അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ. റമദാൻ കഴിഞ്ഞാലും ഈ സുബ്ഹി നമസ്കാരം നാം ഒരിക്കലും മുടങ്ങല്ലേ എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് ചിലപ്പോൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ താമസിച്ചാൽ പോലും ഇന്ന് നമ്മൾ നോമ്പ് പിടിക്കുന്ന ഒരൊറ്റ കാരണത്താൽ അത്താഴം കഴിക്കണമെന്ന ഒരു റീസണിൽ മാത്രമാണ് ഞാനും നിങ്ങളും സുബഹിയുടെ ബാങ്കിന് മുമ്പേ എഴുന്നേൽക്കുന്നത്. കാരണം അത്താഴം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ കേവലം 12 മണിക്കൂർ എന്നുള്ളത് വീണ്ടും 6 മണിക്കൂറോട് കൂടും. 18 മണിക്കൂറോളം ഭക്ഷണം കഴിക്കാതെ എന്റെ ശരീരത്തെ ഞാൻ എങ്ങനെ കൊണ്ടുപോകും എന്ന് ചിന്തിച്ചിട്ട് പോലും നേരത്തെ 4 മണിക്ക് 4:30 അലാറം വെച്ച് എഴുന്നേൽക്കുന്നവരുണ്ട്. പക്ഷേ ഞാനും നിങ്ങളും ഒന്ന് ചിന്തിക്കണം, റമദാനിന് തൊട്ട് മുമ്പുള്ള ഒരു ദിവസമെങ്കിലും 4 മണിക്ക് 4:30 അലാറം വെച്ച് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കാൻ എന്നെയും നിങ്ങളെയും കൊണ്ട് സാധിച്ചോ എന്ന് ഞാനും നിങ്ങളും ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്തുകൾ ചെയ്യാനും ഉന്മേഷത്തോടുകൂടി അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി അമലുകൾ ചെയ്യാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വഴിയിലൂടെ നമ്മൾ മറന്നു പോകുന്ന ചില കടമകളുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. വ്യക്തിപരമായും സാമൂഹികപരമായും മനുഷ്യൻ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള നിലയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഭൂമിയിൽ ഖലീഫയായി നേതാവായി അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിൽ ഏറ്റവും ഒന്നാമത് നമ്മൾ പരസ്പരം കാണുമ്പോൾ സലാം പറയണം. നമ്മൾ നമുക്ക് താല്പര്യമുള്ളവരോട് മാത്രം പോയി സലാം പറയുകയും വിശേഷങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്നത് അത് യഥാർത്ഥ പ്രവൃത്തിയല്ല. കാരണം സലാം പറയുന്നവരിൽ തന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു,
വിഭാഗങ്ങളുണ്ട്. ചെറിയ സംഘം വലിയ സംഘത്തെയും, നടന്നു പോകുന്നവൻ യാത്ര ചെയ്യുന്നവൻ നടന്നു പോകുന്നവനെയും, നിൽക്കുന്നവൻ ഇരിക്കുന്നവനെയും, അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചില വിഭാഗങ്ങളായിട്ട് സലാം പറയുന്നതിനെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നമ്മൾ പള്ളിയിൽ ഒരു 50 പേര് അല്ലെങ്കിൽ 100 പേര് ഒരുമിച്ചിരിക്കുന്നു. ഒരാൾ കടന്നു വരുമ്പോൾ ആ സദസ്സിനോടുള്ള മര്യാദ എന്ന് പറയുന്നത് ആ നടന്നു വരുന്നയാൾ സലാം പറയലാണ്. ഒരാൾ സലാം പറയൽ സുന്നത്തും അതിനെ മടക്കൽ നിർബന്ധവുമാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, നിങ്ങൾ പിണങ്ങി കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ സലാം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ബന്ധത്തിനെ പുതുക്കണേ എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ മഹാനായ അബൂബക്കർ തങ്ങളും ഉമർ തങ്ങളുമുള്ള പരസ്പരം എന്തോ ദീനിന്റെ ഒരു വിഷയത്തിൽ പരസ്പരം തർക്കമുണ്ടായി. ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പിണങ്ങിയിരിക്കുകയും ഈ വിവരം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയുകയും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പിണക്കം മാറ്റി നിങ്ങൾ രമ്യതയോടുകൂടി പോകാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ കൽപ്പിക്കുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ മുതലാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, രണ്ടുപേര് പിണങ്ങി കഴിയുന്നുണ്ടെങ്കിൽ 3 ദിവസത്തിൽ കൂടുതൽ ആ പിണക്കം നിലനിന്ന് പോവുകയും അതിൽ ഒരാൾ മരണപ്പെടുകയും ചെയ്താൽ അവന് സ്വർഗ്ഗം ഹറാമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മളോ ഇബാദത്തുകൾ ചെയ്യുന്നുണ്ട്, വെള്ള വസ്ത്രം ധരിക്കുന്നുണ്ട്, ദാടി വളർത്തുന്നുണ്ട്, തൊപ്പി വെക്കുന്നുണ്ട്, പള്ളിയിൽ 5 നേരം നമസ്കരിക്കുന്നുണ്ട്. പക്ഷേ മാതാപിതാക്കളോട് പിണങ്ങിക്കഴിയുന്നവർ, സ്വന്തം സഹോദരങ്ങളോട് പിണങ്ങിക്കഴിയുന്നവർ, വീടിന്റെ തൊട്ടടുത്തുള്ള അയൽവാസികളോട് പിണങ്ങിക്കഴിയുന്നവർ, അപ്പോൾ നമ്മുടെ ഇബാദത്തുകൾ കൊണ്ട് റബ്ബിന്റെ മുന്നിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഇബാദത്തുകൾ നമുക്ക് അനുകൂലമാകുമോ എന്ന് ഞാനും നിങ്ങളും ചിന്തിക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ ആ പിണക്കങ്ങളൊക്കെ മാറ്റി റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി പരസ്പരം പൊരുത്തപ്പെട്ട് നല്ല സംസാരവും നല്ല വിനയവും മറ്റുള്ളവരിലേക്ക് കാണിക്കുന്നത് അത് സ്വതക്കയാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സഹോദരനെ നോക്കി അല്ലെങ്കിൽ ഒരു മനുഷ്യനെ നോക്കി ഒന്ന് പുഞ്ചിരിക്കൽ പോലും സ്വതക്കയാണെന്ന് പഠിപ്പിച്ച ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് പരസ്പരം കാണാനോ ഒന്ന് കണ്ടാൽ ചിരിക്കാൻ പോലും ഇല്ലാത്ത ഒരു മനസ്സിന്റെ ആൾക്കാരായി നമ്മൾ, ഒരു കാപട്യം നിറഞ്ഞ ഒരു കഠിന ഹൃദയത്തിന്റെ വക്താക്കളായി പലരെ നമ്മൾ കാണുമ്പോൾ പിന്നെ ഇടപഴകുമ്പോഴാണ് നമുക്ക് തോന്നുന്നത്, അല്ലാഹുവേ ഇത്രത്തോളം നല്ല മനുഷ്യനെയാണോ ഞാൻ ഇങ്ങനെ വിചാരിച്ച് നടന്ന് നമ്മൾ തോന്നിപ്പോകും. ചിലരുടെ ഗൗരവവും ആ ഭാവവും മട്ടൊക്കെ കാണുമ്പോൾ നമുക്കങ്ങനെ തോന്നും, വലിയ ആരോ ആണെന്നുള്ള ചിന്തയൊക്കെ തോന്നും. പക്ഷെ ഒരു സലാം പറഞ്ഞൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് സലാം പറയുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ വിചാരിച്ചതെല്ലാം അവിടെ നശിച്ചു പോകും. കാരണം അത്രയ്ക്കും സ്വാലിഹായ മനുഷ്യനായിരിക്കാം, അല്ലെങ്കിൽ ഇടപെടലുകളിൽ നല്ല സ്വഭാവത്തിന്റെ വ്യക്തിയായിരിക്കാം. നമ്മുടെ ചിന്താഗതികളാണ് നമ്മളെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. നമ്മൾ വളർച്ചയിൽ എത്തുന്നതിനും നമ്മൾ താഴ്ചയിലേക്ക് പോകുന്നതും മറ്റുള്ളവരെന്ന് വിചാരിക്കുമെന്ന ചിന്തയിലാണ് നമ്മുടെ ജീവിതത്തിന്റെ പരാജയത്തിന്റെ തുടക്കമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഏതൊരു പ്രവർത്തനം ചെയ്താലും അത് എന്റെ വിജയത്തിന് പറ്റിയതാണ്, എന്റെ കുടുംബത്തിന് പറ്റിയതാണ് എന്ന തോന്നലിൽ വേണം നമ്മൾ ജീവിക്കാൻ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കപ്പെട്ട വിശുദ്ധമായ ഖുർആൻ പറയുന്നു, കുലൂ വശ്റബൂ, നിങ്ങൾ വെള്ളം കുടിക്കൂ, നിങ്ങൾ ഭക്ഷണം കഴിക്കൂ, പക്ഷേ അതിൽ നിങ്ങൾ ദൂർത്ത് പാടില്ല എന്ന് വിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. കാരണം നമുക്ക് കഴിക്കാൻ ഒരല്പം ഭക്ഷണം മതിയായിരിക്കും നമ്മുടെ വിശപ്പ് മാറാൻ. അതിനേക്കാൾ അധികം നമ്മൾ കഴിക്കുന്നത്
നമ്മൾ വിശപ്പ് മാറുന്നതിന് പകരം നമ്മുടെ വയറ് വീക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ നിങ്ങൾ ഭക്ഷിക്കുന്നതെങ്കിൽ അത് ദൂരത്തിൽ ഉൾപ്പെടുമെന്ന്, അങ്ങനെ ദൂർത്തടിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്വന്തം ശരീരത്തിനോടാണെങ്കിലും മറ്റുള്ളവരോടാണെങ്കിലും ആ കടമകളും ഉത്തരവാദിത്തവും കൃത്യമായി പാലിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.